Good evening dear traders, welcome back to another video of pre-market analysis. നമുക്ക് ഇന്നത്തേക്ക് ബെസ്റ്റ് പോസിബിൾ എൻട്രീസ് വരാൻ ചാൻസ് ഉള്ള ഫോറസ്റ്റ് കറൻസി പേഴ്സ് മെറ്റൽസ് ഇതൊക്കെ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അതിൻ്റെ കീ ലെവൽസും ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ് എല്ലാം ഏതൊക്കെ നമുക്ക് നോക്കാം. ബിഫോർ ദാറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് പറഞ്ഞത് പ്രീ മാർക്കറ്റ് അനാലിസിസ് പറഞ്ഞത് മിനിഞ്ഞാന്നായിരുന്നു. ഇന്നലെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. ഇന്നലെ മെയ് ദിനമായത് കാരണം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു നോട്ടിഫിക്കേഷൻ വിട്ടിട്ടുണ്ടായിരുന്നു. മെയ് ദിനമായത് കാരണം നമുക്ക് അനാലിസ് ചെയ്യാൻ പറ്റില്ല. ഓഫീസ് ക്ലോസ്ഡ് ആയിരുന്നു ഇന്നലെ. സോ നമുക്ക് ഇന്ന് മോർണിംഗിൽ അനാലിസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അതിന് വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് NFP ഉണ്ട്. NFP ഉള്ളത് കാരണം നമുക്ക് NFPക്ക് ഹെഡായിട്ട് മാർക്കറ്റിനെ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലണ്ടൻ കഴിഞ്ഞിട്ട് മാർക്കറ്റ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് ന്യൂയോർക്കിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വൈകുന്നേരത്തേക്ക് വേണ്ടി ഇന്നത്തെ ഡെയിലി അനാലിസിസ് മാറ്റി വെച്ചിരിക്കുന്നത്. സോ ഇനി NFPയിലേക്ക് മാർക്കറ്റ് എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യാൻ പോകണം എന്നുള്ളതിൻ്റെ ഒരു ഏകദേശം എൻ്റെ ഒരു പേഴ്സണൽ അനാലിസിസ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് ന്യൂസിലേക്ക് ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അനാലിസിസ് അല്ല. ഡെഫിനറ്റ്ലി ന്യൂസ് കഴിഞ്ഞിട്ട് മാർക്കറ്റ് എങ്ങനെ പ്ലേ ഔട്ട് ചെയ്യുന്നു അതിനനുസരിച്ച് ട്രേഡ്സ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാലും ന്യൂസിൻ്റെ ടൈമിൽ എങ്ങോട്ടായിരിക്കും മാർക്കറ്റിൻ്റെ ഒരു ഏകദേശം മൊമെൻറ്റം ഉണ്ടാവുക എന്നും കൂടെ നമുക്കൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. എന്തായാലും എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് പ്രൈസ് അനാലിസിസ് സ്റ്റഡി ചെയ്ത് നോക്കാം. ഓക്കെ, ബിഫോർ ദാറ്റ് നമ്മൾ ലാസ്റ്റ് ദിവസം നമ്മൾ അനാലിസിസ് നടത്തിയപ്പോൾ നമ്മൾ 3 കറൻസി ബേസിലായിരുന്നു മെയിനായിട്ട് അനാലിസിസ് നടത്തിയത്. അതിന് ഫസ്റ്റ് വൺ USD/JPY ആയിരുന്നു. USD/JPY നമ്മളൊരു ബെയർ ആയിരുന്നു പറഞ്ഞു വെച്ചത്. ബെയർ പറയാനുള്ള റീസൺ ഇവിടെ ഒരു പ്രീമിയം ഏരിയ പോലെ ഉണ്ടായിരുന്നു. അത് ഏകദേശം ഈ ഒരു ഏരിയയാണ് ഞാൻ പറഞ്ഞത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവിടെ സെല്ലേഴ്സ് കിക്കിനായിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു 3 മിനിറ്റ് ആൻഡ് എബൌട്ട് ടൈം ഫ്രെയിം എന്ന് ഞാൻ പറഞ്ഞത്. 3 മിനിറ്റ് ആൻഡ് എബൌട്ട് ടൈം ഫ്രെയിമിൽ ഇവിടെ നമ്മൾക്ക് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് വിത്ത് അത്യാവശ്യം നല്ല ഫെയർ വാല്യൂ ഗ്യാപ്സ് ഒക്കെ വന്നെയാണെങ്കിൽ ഷോർട്ട് സെല് ചെയ്യാന്നാണ് പറഞ്ഞത്. പക്ഷേ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഒരു ഏരിയയിൽ നമ്മൾ അനാലിസിസ് നടത്തുന്ന ടൈമിൽ ഏകദേശം ഈ ഒരു റേഞ്ചിലായിരുന്നു പ്രൈസ്. പക്ഷേ അവിടെ സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടില്ല. നമുക്ക് മനസ്സിലായില്ല, ഒരു ബെയർ സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഏരിയയിൽ മാർക്കറ്റ് എന്താണ് ഷോർട്ട് സെൽ എടുക്കാൻ മാത്രം കൺഫർമേഷൻസ് ഒന്നും തരാതെയാണ് മാർക്കറ്റ് മുകളിലേക്ക് വരുന്നത്. പക്ഷേ നമ്മളെടുത്ത ഏരിയ ഒരു കീ ഏരിയ ആയിരുന്നു. അതിൻ്റെ വൺ ഓഫ് ദ മെയിൻ പ്രൂഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് ഒന്ന് റീട്രേസ് ചെയ്തപ്പോൾ അവിടെ നിന്ന് വീണ്ടും ബയേഴ്സ് കിക്കിനായിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ല, സെല്ലേഴ്സ് കിക്കിനായില്ലെങ്കിലേ ഉള്ളൂ. അത് ലൈക്ക് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് സപ്പോർട്ട് ആവുന്ന ആ ഒരു ലോജിക്കാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രീമിയം ഏരിയ ഡിസ്കൗണ്ട് ആയിട്ടാണ് ഇവിടെ കൺവേർട്ട് ആയിരിക്കുന്നത്. പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയ, ഈ ഒരു സ്വിംഗ് ഹൈ മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് സെൽ വ്യൂസ് നമ്മൾ അബാൻഡൻ ചെയ്യും എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട്. അപ്പോൾ ഇവിടെ ശക്തമായിട്ട് നല്ല ബ്രേക്കിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു വന്ന ടൈം ഫ്രെയിമിൽ. സോ ആ ഷോർട്ട് സെൽ വ്യൂ നമ്മൾ അബാൻഡൻ ചെയ്തു. നമുക്ക് അവിടെ ബൈ വ്യൂ ആണെങ്കിൽ പ്രോപ്പറായിട്ട് എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, സോ USD/JPY നമ്മളുടെ ഏരിയ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത പോലെ തന്നെ ഷോർട്ട് സെല്ലേഴ്സ് കിക്കിനായിട്ടില്ല. നെക്സ്റ്റ് വാച്ച് ലിസ്റ്റ് ഉണ്ടായ കറൻസി പെയർ ഗോൾഡ് ആയിരുന്നു. ഗോൾഡിൽ പറഞ്ഞ വ്യൂ ബുള്ളിഷ് ആയിരുന്നു പറഞ്ഞത്. അതായത് ഈ ഒരു കീ ഏരിയയിൽ മാർക്കറ്റ് വന്ന് ബയ്യേഴ്സ് അത്യാവശ്യം കിക്കിനായി കഴിഞ്ഞാൽ ബൈ എടുക്കാമെന്നാണ് പറഞ്ഞത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവിടെ വേണ്ടുവോളം ബയ്യേഴ്സ് ഒന്നും കിക്കിനായിട്ടില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു, ആ ഒരു ഏരിയ താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു, അത് ഇൻവാലിഡേറ്റ് ചെയ്തു. നമ്മൾ പറഞ്ഞ ഡിസ്കൗണ്ട് ഏരിയയിലും ബയ്യേഴ്സ് കിക്കിനായിട്ടില്ല. സോ ഗോൾഡിൻ്റെ നമ്മൾ അനാലിസും നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത പോലെ അവിടെ വന്നിട്ടില്ല. ആൻഡ് ഫൈനലി പറഞ്ഞത് ഇതായിരുന്നു, സിൽവർ ആയിരുന്നു പറഞ്ഞത്. സിൽവറിൽ പറഞ്ഞ അനാലിസിസ് വെച്ച് ഏകദേശം ഈ ഒരു പ്രൈസ് റേഞ്ചിലായിരുന്നു നമ്മൾ പറഞ്ഞു വെച്ചത്. അതായത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മാർക്കറ്റ് എത്രയാണെങ്കിലും ഷോർട്ട് സെല്ല് നോക്കാമെന്നാണ് പറഞ്ഞത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി മാർക്കറ്റ് ആ ഒരു ഏരിയയിലേക്ക് കയറാതെയാണ് മാർക്കറ്റ് എന്ത് ചെയ്തിരിക്കുന്നത്, ഷോർട്ട് സെല്ലിങ് നടന്നിരിക്കുന്നത്. സോ നമ്മളെ പ്ലാൻ അനുസരിച്ച് അവിടെ ആ മാർക്കറ്റ് എത്തിയിട്ടില്ല. പക്ഷേ നമ്മളെ സിൽവറിലുള്ള ബയാസ് കറക്റ്റ് ആയിരുന്നു, ബെയറിഷ് ആയിരുന്നു വ്യൂ പറഞ്ഞത്. പക്ഷേ നമ്മളുടെ ഏരിയയിലേക്ക് മാർക്കറ്റ് വരാണ്ടാണ് ഒരു കൺഫർമേഷൻ തരാണ്ടാണ് മാർക്കറ്റ് പോയിരിക്കുന്നത്. ഓക്കെ, സോ മൊത്തം 3 അനാലിസിസ് നടത്തുമ്പോൾ അതിൽ 2 എണ്ണം, അതായത് USD/JPYയും ഗോൾഡിൻ്റെ നമ്മളെ വരച്ച ലെവൽസ് റെസ്പെക്റ്റ് ആയിട്ടില്ല. സിൽവറിനെ ആണെങ്കിൽ ബയാസ് കറക്റ്റ് ആയിരുന്നു. പക്ഷേ നമ്മൾ വരച്ച ഏരിയയിലേക്ക് മാർക്കറ്റ് വരാണ്ടാണ് പോയിരിക്കുന്നത്. ഇതായിരുന്നു എനിക്ക് ഓവറോൾ റിവ്യൂ പറയാനുള്ളത്. ഇനി ഇന്നത്തേക്ക് ബെസ്റ്റ് പോസിബിൾ എൻട്രീസ് വരാൻ ചാൻസ് ഉള്ള കറൻസി പേഴ്സ് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ വാച്ച് ലിസ്റ്റിലുള്ള ഫസ്റ്റ് കറൻസി പെയർ EURUSD ആണ്. EURUSD ഇപ്പോൾ നല്ലൊരു ബെയറിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് നിൽക്കുന്നത്. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തോളൂ. 1.13413 ആൻഡ് 1.13702 forex.comൻ്റെ ചാർട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ വെച്ചിട്ട് നല്ലൊരു ഷോർട്ട് സെല്ലിംഗ് ആണ് പേഴ്സണലി ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി സെല്ലേഴ്സ് കിക്കിനായി തുടങ്ങിയിട്ടുണ്ട്. സോ നമുക്കൊരു 5 മിനിറ്റ് ആൻഡ് അബൌട്ട് ടൈം ഫ്രെയിമിൽ ഇനഫിഷ്യൻസി സെല്ലേഴ്സിൻ്റെ ക്രിയേറ്റ് ആവുന്നതിനനുസരിച്ച് ഷോർട്ട് സെൽസ് നമുക്ക് ഇവിടുന്ന് പ്ലാൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഷോർട്ട് സെൽസ് പ്ലാൻ ചെയ്താൽ നമുക്ക് ഏകദേശം ഈ ഒരു ഏരിയ, അത് നല്ല ഡിസ്കൗണ്ടഡ് ഏരിയ ആണ്, 1.12642 ആൻഡ് 1.11466. ഇത് 2 നല്ല ഡിസ്കൗണ്ട് ഏരിയയാണ്. ഈ ഒരു ഏരിയയിൽ എത്തുന്ന വരെയുള്ള ഷോർട്ട് സെൽസ് നമുക്ക് EURUSDയിൽ വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാണ് EURUSDയിലുള്ള എൻ്റെ പേഴ്സണൽ അനാലിസിസ്. EURUSDയിൽ ഓവറോൾ പറയുമ്പോൾ ആം ബെയറിഷ് ഫോർ ന്യൂയോർക്ക്. ഇനി വരുന്ന ന്യൂയോർക്ക് സെഷൻ നമുക്കിപ്പോൾ കറൻ്റ് ടൈം 4:20. ഇപ്പോൾ ഈ അനാലിസിസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം 4:20, 10 മിനിറ്റ് കൂടെ ഉള്ളൂ 4:30 ആവാനായിട്ട്. സോ ന്യൂയോർക്കിൽ എന്താണ് ബെയറിഷ് ആണ് എൻ്റെ വ്യൂ പേഴ്സണലി. EURUSDയിൽ
നെക്സ്റ്റ് GBPUSD ആണ്. GBPUSDയിലും എനിക്ക് പേഴ്സണലി ഒരു ബെയറിഷ് വ്യൂ ആണുള്ളത്. കാരണം ഇവിടെ നല്ലൊരു ബെയറിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. അവിടെ നിന്ന് റിജക്ട് ചെയ്താണ് മാർക്കറ്റിൽ നിൽക്കുന്നത്. അതായത് ഏകദേശം പറയുമ്പോൾ 1.33, 122 ആൻഡ് 1.33456 ഇത് രണ്ട് നല്ല ബെയറിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റുകളാണ്. അവിടെ നിന്ന് നല്ല രീതിയിൽ സെല്ലേഴ്സ് കിക്കിനായി GBPUSDനെ ഡ്രാഗ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെയും നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത പോലെ തന്നെ സെല്ലേഴ്സ് കിക്കിനായി തുടങ്ങിയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി GBPUSD എന്തായാലും ഇന്നലത്തെ ഡേയിലോ മനസ്സിലായി പ്രീവിയസ് ഡേയിലോ എന്തായാലും ടേക്ക് ഔട്ട് ചെയ്യുന്നതായിരിക്കും. അത് ടേക്ക് ഔട്ട് ചെയ്യുന്ന രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ ഷോർട്ട് സെൽ എൻട്രീസ് നമുക്ക് GBPUSDയിൽ നോക്കാവുന്നതാണ്. എൻ്റെ അൾട്ടിമേറ്റ് ടാർഗറ്റ്, എൻ്റെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടെയുള്ള ഡിസ്കൗണ്ട് ഏരിയയാണ്. അതായത് 1.32342 എന്ന് പറഞ്ഞ ഈ ഡിസ്കൗണ്ട് ഏരിയയാണ് എൻ്റെ ഫൈനൽ ടാർഗറ്റായിട്ട് GBPUSDയിൽ ഞാൻ എന്തായാലും വെക്കുക. അപ്പോൾ വാച്ച് ലിസ്റ്റിലുള്ള രണ്ട് കറൻസി പെയർസും അതിൻ്റെ കീ ലെവൽസും പറഞ്ഞു. ഇനി നമ്മളുടെ ഫേവറേറ്റ് പെയറായ ഗോൾഡിൻ്റെ കറണ്ട് മാർക്കറ്റ് സീനറിയോ നമുക്ക് നോക്കാം. ഗോൾഡ് ഇപ്പോൾ കറൻലി നിൽക്കുന്നത് ഒരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലാണ്. പക്ഷേ വീണ്ടും ബൈയേഴ്സ് അവിടെ കിക്കിനായിട്ടില്ല. ടിൽ ദിസ് മൊമെൻറ്റ് നമ്മളെ പ്ലാൻ ചെയ്യാനനുസരിച്ച് ഒരു ബൈയേഴ്സ് അവിടെ കിക്കിനായിട്ടില്ല. ഇവിടെ നല്ലൊരു പ്രീമിയം ഏരിയ ഉണ്ട്. ഇപ്പോൾ കറൻലി അവിടെ വന്നിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. 3267.19 എന്ന് പറഞ്ഞ പ്രീമിയം ഏരിയ. അവിടെ നിന്നും സെല്ലേഴ്സ് കിക്കിനായിട്ടില്ല. ആക്ച്വലി ചെറിയൊരു മിറ്റിഗേഷനേ വന്നിട്ടുള്ളൂ, പ്രോപ്പർ മിറ്റിഗേഷൻ വന്നിട്ടില്ല. സോ വരുന്ന മണിക്കൂറുകളിൽ അവിടെ ഒരു പ്രോപ്പർ മിറ്റിഗേഷൻ കിട്ടിയാൽ പേഴ്സണലി ഞാൻ എന്തായാലും ഒരു ഷോർട്ട് സെല്ല് ഞാൻ നോക്കുന്നതായിരിക്കും GBPUSDയിൽ, ഗോൾഡിൽ. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു ആവറേജ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. അത് ഏകദേശം 37.77 ആൻഡ് 3246.18 ഈ ഒരു ലെവൽ വരെ എന്തായാലും ഷോർട്ട് സെല്ല് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബെയർ ട്രേഡ്സ് കിട്ടും. പക്ഷേ എന്നാലും ഓവറോൾ നോക്കുമ്പോഴും ബയാസ് ഓവറോൾ നോക്കുമ്പോൾ ബുള്ളിഷാണ്. കാരണം എന്തുകൊണ്ടാണ്? കാരണം ഇപ്പോൾ നിൽക്കുന്നത് ഒരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടെ ആഡ് ഓൺ ചെയ്യട്ടെ. ഇവിടെ മറ്റൊരു വേറെ നല്ലൊരു അത്യാവശ്യം വലുതായിട്ടുള്ള ഒരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. 3167.86 ആൻഡ് 3193.77 ഇത് നല്ലൊരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി സ്വിംഗ് ബേസിസിൽ നമുക്ക് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ബുള്ളിഷ് ട്രേഡ്സ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരാനാണ് കുറച്ചുകൂടെ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യണത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബൈങ് മൊമെൻറ്റ് നമുക്ക് വരുന്ന മണിക്കൂറുകളിൽ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഗോൾഡിൽ പ്ലാൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ പേഴ്സണൽ വാച്ച് ലിസ്റ്റിലുള്ള കറൻസി പേഴ്സും എൻ്റെ പേഴ്സണൽ അനാലിസും കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ കീ ലെവൽസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. സോ എല്ലാവരും ന്യൂസ് ട്രേഡിങ് കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ന്യൂസ് കഴിഞ്ഞ് പ്ലേ ഔട്ട് ആയതിന് മാർക്കറ്റ് ഒന്ന് കാമായതിന് ശേഷം മാത്രം ട്രേഡ്സും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുക. സോ ആസ് യൂഷ്വൽ ഞാൻ പറയുന്ന പോലെ പ്രൂവൺ ആയിട്ടുള്ള ഒരു എൻട്രി ആൻഡ് എക്സിറ്റ് മെത്തഡ് വിത്ത് പ്രൂവൺ ആയിട്ടുള്ള ഒരു റിസ്ക് മാനേജ്മെൻറ്റ് ഫോളോ ചെയ്യുക. ഓക്കെ, സോ ഇപ്പോൾ നമ്മളുടെ കമ്മ്യൂണിറ്റിയിലെ ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ഇന്നലെ നമ്മളുടെ വൺ ഓഫ് ദി സ്റ്റുഡൻറ്റ് ഇന്നലെ 5K അക്കൗണ്ട് പാസ്സായിട്ടുണ്ട്. phase 2 കൂടെ പാസ്സായിട്ടുണ്ട്. അവൻ phase 1 കുറച്ച് ദിവസം മുമ്പായിരുന്നു ആൾ പാസ്സായത്. phase 2 ഇന്നലെ പാസ്സായിട്ടുണ്ട്. പിന്നെ മിനിഞ്ഞാന്ന് നമ്മളെ കമ്മ്യൂണിറ്റിയിൽ കൊടുത്ത ട്രേഡ്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ട്രേഡ് മാത്രം നോക്കിയിട്ടുണ്ടായിരുന്നു നാസിൽ. അത് വാച്ച് ചെയ്തുള്ളൂ. നമ്മൾ എൻട്രി എടുക്കാൻ പറ്റിയ രീതിയിലുള്ള ട്രേഡ്സ് നമ്മൾ ഞാൻ പേഴ്സണലി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മളെ സ്റ്റുഡൻസ് ഒരുപാട് പേര് നല്ല രീതിയിൽ ട്രേഡ്സ് എടുത്തുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ബ്രോ എടുത്തത് SL ആയിരുന്നു. ബട്ട് വേറൊരാൾ ഇപ്പോൾ നമ്മുടെ മനുവേട്ടർ എടുത്താണെങ്കിൽ അത് TP അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയും അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അജ്മൽ എടുത്ത ട്രേഡ് ആണെങ്കിൽ TP അടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിറ്റിയും അത്യാവശ്യം ഇപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നമ്മുടെ സ്റ്റുഡൻസ് എല്ലാം മുന്നോട്ട് പോകുന്നുണ്ട്. സോ എല്ലാവരും ഇതുപോലെ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൂവൻ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയുടെ ബേസിൽ മാത്രം ട്രേഡ് ചെയ്യുക. പ്രൂവൻ ആയിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ബേസിൽ മാത്രം ട്രേഡ് ചെയ്യുക. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്ത തിങ്കളാഴ്ച കാണാം. ഇനി വീക്കെൻഡാണ്. 2 ദിവസം നമുക്ക് നല്ല രീതിയിൽ ഗ്യാപ്പ് വരുന്നുണ്ട്. ആ 2 ദിവസം നല്ല പ്രൊഡക്റ്റീവായിട്ട് തന്നെ മാറ്റുക. വെറുതെ ലേസി ആയിട്ട് ഇരിക്കാണ്ട് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു വീക്കെൻഡ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. സോ നമുക്കിനി മൺഡേ ലണ്ടൻ സെഷൻ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് കാണാം. അല്ലെങ്കിൽ ലണ്ടൻ അല്ലെങ്കിൽ ന്യൂയോർക്ക് അത് ആ ടൈം ആകുമ്പോഴത്തേക്ക് അപ്ഡേറ്റ് വരുന്നതായിരിക്കും. സോ ഇനി ഡെയിലി അനാലിസിസ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ ഫീഡ്ബാക്കോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ വന്നിട്ടാണ് നിങ്ങൾക്ക് ഞങ്ങളോട് ചാറ്റ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് എന്നാൽ ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ ദാറ്റ്സ് ഫോർ ടുഡേ. ഇനി അടുത്ത പ്രീ മാർക്കറ്റ് അനാലിസിസുമായിട്ട് മൺഡേ ഞാൻ എത്തുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. സൈനിങ് ഓഫ് ഹൗസ് ഫ്രം കറൻസി പിപ്സ്.